പ്രിയപ്പെട്ട അഭിനേതാവ് ആസിഫ് അലി മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുകയാണ് ഈ പ്രത്യേക ദിവസത്തിൽ. സന്തോഷമുള്ളൊരു ദിവസമാണല്ലേ? അതെ, പ്രത്യേകിച്ച് 30 ദിവസത്തെ നോമ്പ് കഴിഞ്ഞ് ഇന്ന് പെരുന്നാൾ എന്ന് പറയുമ്പോൾ കുടുംബക്കാരെല്ലാവരും വീട്ടിൽ നിന്ന് എല്ലാവരും ഒരുമിച്ച് എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. തൊടുപുഴയാണ് സാധാരണ ഇലക്ഷന് തൊടുപുഴ ഇലക്ഷൻ ചൂടാണ് ഇപ്പോൾ തൊടുപുഴയാണ് എപ്പോഴും പെരുന്നാളിന് പോകാറുള്ളത്. പക്ഷേ ഇപ്രാവശ്യം ഒരു ചേഞ്ചിന് എറണാകുളത്ത് തന്നെ ആക്കി. ഈ പെരുന്നാളിനെ നമ്മൾ മലയാളികളോട് പറയാനുള്ള കാര്യം എന്താ? എപ്പോഴും നമ്മളെ മലയാളികളെ പറ്റി നമ്മൾ എപ്പോഴും പറയുന്നത് ജാതി രാഷ്ട്രീയ വ്യത്യാസങ്ങളില്ലാതെ നമ്മൾ എപ്പോഴും ഒറ്റക്കെട്ടായി എല്ലാ ആഘോഷങ്ങളും, ഇപ്പം പെരുന്നാളാണെങ്കിലും ഓണമാണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും അത് ഏതെങ്കിലും ഒരു മതത്തിന്റെ മാത്രമല്ല, നമ്മൾ ഒരുമിച്ച് ആഘോഷിക്കുന്നതാണ്. എപ്പോഴും ആ ശീലം തുടരട്ടെ, ആ ശീലം എപ്പോഴും എല്ലാവരുടെയും മനസ്സിലുണ്ടാവട്ടെ. ആഘോഷങ്ങൾ എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കട്ടെ. ഇപ്പോൾ പറഞ്ഞ പോലെ തെരഞ്ഞെടുപ്പിന്റെ ഒരു സജീവ ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ഈ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ സുഹൃത്തുക്കളൊക്കെ മത്സരിക്കുന്നുണ്ട്. പിഷാരടിയുടെ ഒക്കെ പ്രചാരണത്തിന് പോവോ? പിഷാരടി അറിയിച്ചിട്ടില്ല എന്നെ. അങ്ങനെ ഒരു വിളി വന്നാൽ ഉറപ്പായിട്ടും പോകും. കാര്യം പിഷാരടി എനിക്ക് വളരെ നന്നായി, വളരെ അടുത്ത് ഒരുപാട് നാളായിട്ട് അറിയാവുന്ന ഒരാളാണ്. അപ്പോൾ പിഷാരടിയിലെ കഴിവുകളിൽ വിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും പിഷാരടി വിളിച്ചാൽ ഒരുപാട്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിലെ ജനങ്ങളോട് ആസിഫ് അലി എന്ന അഭിനേതാവിനും സാമൂഹ്യ ജീവിക്ക് എന്താണ് പറയാനുള്ളത്? എല്ലാവരും നിങ്ങളുടെ പേരുകൾ വോട്ടേഴ്സ് ലിസ്റ്റിലുണ്ടെന്ന് ഉറപ്പുവരുത്തുക. കൃത്യമായി വോട്ട് ചെയ്യുക. വോട്ട് ചെയ്യാതെ നമുക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയോ ഒരു നേതാവിനെയോ കുറ്റം പറയാനുള്ള അവകാശമില്ല. നമ്മുടെ വോട്ടവകാശം വിനിയോഗിച്ചതിന് ശേഷം മാത്രമാണ് നമുക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വോട്ട് ചെയ്യുക. ഈ ഇത്തവണ ആരെങ്കിലും സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞ് സമീപിച്ചിട്ടുണ്ട്? അങ്ങനെ ചില വാർത്തകൾ ഉണ്ടായിരുന്നു. അതെപ്പോഴും സോഷ്യൽ മീഡിയയിൽ വരുന്നതാണ്. എന്തായാലും അങ്ങനെയൊന്നും എന്നെ ആരും സമീപിച്ചിട്ടില്ല. അങ്ങനെ സമീപിച്ചാലും എനിക്ക് താല്പര്യമില്ല. എൻ്റെ ആഗ്രഹവും സ്വപ്നങ്ങളും എല്ലാം സിനിമ തന്നെയാണ്.